പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരമാകുന്ന ഈ കൂടാരം അഴിഞ്ഞു പോയാലും പൊളിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യകൂടാരം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലനായ പത്രോസ് തുടങ്ങിയ അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ച് വ്യക്തമായി വേദപുസ്തകത്തിൽ നമുക്കായി ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതെ, ഈ നാളുകളിൽ നമ്മുടെ ശരീരമായിരിക്കുന്ന ഈ കൂടാരത്തെ നാം ഭംഗി വരുത്തുന്ന അല്ലെങ്കിൽ ഭംഗി കൂട്ടുന്ന സമയത്ത് തന്നെ നാം ഓർക്കണം, ഈ കൂടാരം ഇന്നല്ല എങ്കിൽ നാളെ ഇത് പൊളിഞ്ഞു പോകും, ഇത് അഴിഞ്ഞു പോകും. എന്നാൽ കൈപ്പണിയല്ലാതെ കർത്താവ് ഒരുക്കുന്ന നിത്യഭവനം പ്രാപിക്കുവാൻ ഞാൻ യോഗ്യതയുള്ളവനാണോ യോഗ്യതയുള്ളവളാണോ എന്ന ഒരു ചിന്തയോടുകൂടി നമ്മുടെ പ്രവാസകാലം വളരെ ദൈവഭയത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും നമുക്ക് കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം, 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 13-14 വചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഭക്തന്മാരെ എല്ലാ കാര്യങ്ങളും അറിയിക്കും. ദേശത്തൊരു അനർത്ഥം വരുമെങ്കിലും അതിന് തൊട്ട് മുൻപ് ഭക്തന്മാരെ അറിയിക്കാതെ കർത്താവ് ഒന്നും ചെയ്യുകയില്ല എന്ന് പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ തന്നെ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുക, കർത്താവ് യേശു ക്രിസ്തു എനിക്കൊരു അറിവ് തന്നു. എന്താണ് ആ അറിവ്? എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. ഏത് അപ്പോസ്തലനായാലും ഏത് പ്രവാചകനായാലും ഏത് സുവിശേഷകനായാലും ഏത് വിശ്വാസവീരനായാലും ഏത് വിശുദ്ധനായാലും ഈ ശരീരം വിട്ട് നാം പോകണം. സ്തോത്രം. ശരീരമാകുന്ന കൂടാരം നിശ്ചയമായി പൊളിഞ്ഞു പോകും. അപ്പോൾ പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുക. എപ്പോഴും ഈ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഈ അറിവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ശരീരത്തിന് വേണ്ടി മാത്രം നാം അധികം ഒന്നും ശ്രമിക്കുകയോ സമയം വ്യർത്ഥമായി കളയുകയോ ചെയ്യത്തില്ല. സ്തോത്രം. ഇവിടെ അങ്ങനെ അറിവ് കിട്ടിയപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ചെയ്തത് എന്നറിഞ്ഞിരിക്കുക, ഞാൻ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ കൂടാരം എന്നേക്കും നിലനിൽക്കുന്നതല്ല, ഇത് ഒരു നാൾ പൊളിഞ്ഞു പോകും. ആ അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിൽ യുക്തമായി തോന്നുന്നത് നാം ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവനാമത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടണം. ദൈവത്തിന് വേണ്ടി അനേകരെ ആദായപ്പെടുത്തണം, അനേകരെ നേടണം. സ്തോത്രം. മറ്റുള്ളവർക്ക് പ്രയോജനകരമായൊരു ജീവിതം നയിക്കണം, അനേകരെ ഉപദേശിക്കണം, പലരെയും ഓർപ്പിച്ച് വചനങ്ങളെ ഉണർത്തിക്കൊടുക്കണം. ഈ കാര്യങ്ങളാണ് ഈ കൂടാരം പൊളിഞ്ഞു പോകുന്നതിന് മുൻപേ നാം ചെയ്യേണ്ടത്. അല്ലാതെ ഈ കൂടാരം മെച്ചപ്പെടുത്താൻ, ഈ കൂടാരം ഭംഗി വരുത്തുവാനുള്ള, മോടി പിടിപ്പിക്കാനുള്ള കാര്യങ്ങളല്ല ദൈവമക്കളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. സ്തോത്രം. എന്നാൽ ഈ കൂടാരം പൊളിഞ്ഞു പോയാലും അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വചനത്തിൽ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാതെ നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട 2 അറിവുകളാണ് നമ്മുടെ കൂടാരങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഒന്ന്, നമ്മുടെ ഈ ശരീരമാകുന്ന കൂടാരം, ഈ ഭൂമിയിലെ ഈ കൂടാരം എന്നേക്കും നിലനിൽക്കുന്നതല്ല, അത് അഴിഞ്ഞു പോകുന്നതാണ്, പൊളിഞ്ഞു പോകുന്നതാണ്. 2-ാമത്തെ അറിവ്
ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അടിഞ്ഞു പോയാലും കൈപ്പണിയല്ലാതെ നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം, ഒരു കൂടാരം നമുക്ക് സ്വർഗത്തിൽ ഉണ്ട്. ആ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ആ അറിവുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം. 3-ാം അധ്യായത്തിൽ 3-ാം വചനത്തിൽ നാം വായിക്കുന്നത് പോലെ, എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു, ഉരിയുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോവേണ്ടതിന് മീതെ ആമേൻ, സ്തോത്രം, ഉടുക്കുവാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഈ നാളുകളിൽ അവൻ ഓരോ നാളും ആ സ്വർഗീയമായ ആ കൈപ്പണിയല്ലാതെ നിത്യഭവനം പ്രാപിക്കുവാൻ നമുക്ക് ഒരുക്കമുള്ളവരായി ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ അതിനു വേണ്ടി ഞരങ്ങിക്കൊണ്ട് നമുക്ക് കാത്തിരിക്കാം. സ്തോത്രം. വീണ്ടും ഈ ഭൗമ കൂടാരം, ഈ ഭൂമിയിലെ ഈ കൂടാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം നാം ചിന്തിക്കുകയല്ല. എന്ത് തിന്നും, എന്തു കുടിക്കും, ആമേൻ, എന്തുടുക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, ആമേൻ, ശ്രേഷ്ഠമായത് ഉയരത്തിലുള്ളത് നമുക്ക് ചിന്തിക്കാം. അവൻ കർത്താവ് നമുക്ക് ഭവനമൊരുക്കുവാൻ പോയിരിക്കുന്നു. കർത്താവ് ഭവനമൊരുക്കി കഴിഞ്ഞാൽ നമ്മെയും വേഗം ചേർത്തുകൊള്ളും. സ്തോത്രം. ഈ നാളുകളിൽ അധികമായ കർത്താവിനെ സ്നേഹിക്കാം, കർത്താവിൻ്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടാം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ശരീരത്തെക്കാൾ ഉപരി, നമ്മുടെ ജീവിതത്തെക്കാൾ ഉപരി, ആമേൻ, നമ്മുടെ എല്ലാറ്റിനേക്കാൾ ഉപരി യേശുവിനെ ആഴമായി നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിലും ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ കഷ്ടപ്പെട്ട് നേടിയതൊക്കെ പൊളിഞ്ഞു പോയേക്കാം. ശത്രു അതിനെ തകർത്തിരിക്കാം, അഴിഞ്ഞു പോയേക്കാം. ഭാരപ്പെടേണ്ട. കർത്താവ് ശ്രേഷ്ഠമായത് ഈ ഭൂമിയിൽ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഉയരത്തിലുള്ളതിനെ അധികമായി വാഞ്ചിപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ.